ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കിഴിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ടീ ടൈം സ്നാക്കായും ഇഫ്താറിന് നോമ്പ് തുറക്കാൻ സമയത്തേക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതിന് കൂടെ തന്നെ ഞാൻ ഒരു നൈസ് പത്തിരിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഞാൻ അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. വറുത്തിട്ടുള്ള അരിപ്പൊടിയാണിത്. ഇപ്പോൾ നമുക്ക് 2 ഗ്ലാസ് പൊടി ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പോൾ അതിൽ നല്ല കട്ടകളുണ്ട്. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പം ഞാനിവിടെ 2 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതാണ് പത്തിരിപ്പൊടിൻ്റെ കണക്ക്. 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എടുത്ത് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ കട്ടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കട്ടകളൊക്കെ നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുക്കാം, ആ കട്ടകളൊന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം തുടരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ പൊടി ഒന്ന് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടുന്നില്ല എങ്കിൽ നമുക്കിത് പാകമായി എന്നറിയാം. ആ സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇപ്പം ഇത് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് പൊടി. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നന്നായിട്ട് തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നേരിയ ചൂട് തന്നെ പൊടി കുഴച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കയ്യിലൊന്നാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കിഴിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് ഏകദേശം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെയാണ് ഇത് വഴറ്റിയെടുക്കേണ്ടത്. അതിന് ശേഷം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണിത്. അതുകൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാല ഒക്കെ ആ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം.
ഇപ്പോൾ ഏകദേശം മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കിഴി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പത്തിരിപ്പൊടി ഒരു ബോൾ എടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഒരേ അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട്, അല്ലാതെ നേരെ തന്നെ കിഴിയാക്കാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത പീസിലേക്ക് നടുവിലേക്കായിട്ട് നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതൊരു സൈഡൊന്ന് കൂട്ടിപ്പിടിച്ച് മറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഞൊറിഞ്ഞെടുത്തിട്ട് നമുക്ക് നടുഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കിഴി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ കിഴിയും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ പാത്രം ഉപയോഗിച്ച് കട്ട് ചെയ്ത്, നിങ്ങളുടെ കയ്യിൽ വേറെ കുക്കി കട്ടറൊക്കെ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ കിഴികളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ സ്റ്റീമറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീമർ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ തട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഞാൻ ചെറിയൊരു വാഴയിലയുടെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കിഴി കുക്കായി വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വാഴയില വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ കിഴിയായിട്ട് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പം ഞാൻ എല്ലാ കിഴിയും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി അത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പൊടി കൊണ്ട് പത്തിരി ചുട്ടെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് കുഴൽ വെച്ചാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ പ്രഷറിലാണെങ്കിൽ പ്രഷറിലും പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഞാൻ പത്തിരിയുടെ കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ കല്ലിലേക്ക് നമ്മുടെ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഉടനെ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം. ഇപ്പം എല്ലാ പത്തിരിയും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒന്ന് പൊള്ളാനായിട്ടുണ്ട് പത്തിരി. നമുക്ക് പൊള്ളാനായിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. പത്തിരിയൊക്കെ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയാണിത്. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റീമറിൽ നിന്നും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അഥവാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വീഡിയോ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.